ബോബി ചെമ്മന്നൂരിനോട് രണ്ട് വാക്ക്. നമസ്കാരം, സ്വാഗതം, വെൽക്കം, വണക്കം. ബോബി ചെമ്മന്നൂർ ഇന്ന് കേരളത്തിലെ ഒരു മുഖ്യ വിവാദ ബിന്ദുവായി സ്ഥിതി ചെയ്യുകയാണ്. പലർക്കും അദ്ദേഹത്തെപ്പറ്റി പല കാര്യങ്ങളും പറയാനുണ്ട്. എനിക്ക് അദ്ദേഹത്തോടാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അധികമൊന്നും പറയണമെന്ന് തോന്നുന്നില്ല, അധികമൊന്നും പറയുവാൻ ഞാൻ പ്രാപ്തനുമല്ല. എന്നാൽ ബോബി ചെമ്മന്നൂർ അവശ്യം അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ നാം ഏവരും അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സനാതന തത്വമാണ്, സത്യമാണ്, ഉൾക്കാഴ്ചയാണ് ഈ വീഡിയോയിൽ കൂടെ ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടും എന്ന പ്രത്യാശയിൽ ഞാൻ പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നു. ആ തത്വം ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതെപ്രകാരമാണ് ഈ സാഹചര്യത്തിൽ അന്വർത്ഥമാകുന്നത്, അതുപോലെ തന്നെ എപ്രകാരമാണ് എല്ലാ സാഹചര്യങ്ങളിലും അന്വർത്ഥമാകേണ്ടത് എന്നതിനെപ്പറ്റി ചില പൊതുവായ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നതായിരിക്കും. ആദ്യമേ ഞാൻ ആ തത്വം ഒന്ന് രേഖപ്പെടുത്തട്ടെ. ആ തത്വം രേഖപ്പെടുത്തുന്നതിന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ ഉദാഹരണം നമ്മുടെ മനസ്സിൽ കാണുക സഹായിക്കുമെന്നതുകൊണ്ട് ഞാൻ ബോബി ചെമ്മന്നൂരിൽ നിന്ന് തന്നെ ആ ഉദാഹരണം കടമെടുക്കുകയാണ്. തൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് ഹണി റോസിനെ വിളിച്ച ആ ഒരു സംഭവത്തിൽ, അതിൻ്റെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചതിൽ, ഞാൻ അവിടെ ബോബി ചെമ്മന്നൂർ ചെയ്ത പ്രക്രിയയിൽ എന്നെ വളരെയധികം ആകർഷിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റിയത്, അദ്ദേഹം റോസാ പുഷ്പങ്ങൾ വിതറുന്നു എന്നതാണ്. അതിൽ മനോഹരമായ ഒരു റോസാ പുഷ്പം അദ്ദേഹം റോസിനും കൊടുത്തു, റോസിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ റോസിന് കൊടുത്തപ്പോൾ റോസിന് ലഭിച്ച റോസിനെ പറ്റിയോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റോസായ എനിക്ക് ഒരു റോസ് തന്നെ തന്നത് എന്നതിനെ പറ്റിയോ അവർക്കെന്തെങ്കിലും കുണ്ഠിതമുള്ളതായി നമുക്ക് നാളിതുവരെ അറിവില്ല. എന്നാൽ ഈ റോസ് അല്ലെങ്കിൽ റോസാ പുഷ്പം ബോബി ചെമ്മന്നൂർ ഇപ്രകാരം സമൃദ്ധമായി വിതരണം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിക്കാത്ത ഒരു ചിന്തയാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ സാഹിത്യത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നത് കൊണ്ട് സാഹിത്യം ആഴമേറിയ ആശയങ്ങളെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാകൊണ്ട് പല കാര്യങ്ങളും കാണുമ്പോൾ അതിൻ്റെ ആക്ഷരികതയിൽ നിന്ന് അതിൻ്റെ ആശയ സമുദ്രത്തിലേക്ക് എൻ്റെ മനസ്സ് സഞ്ചരിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആശയവിഹായസിലേക്ക് എൻ്റെ മനസ്സ് സഞ്ചരിക്കാറുണ്ട്. ബോബി ചെമ്മന്നൂർ ഇങ്ങനെ റോസാ പുഷ്പങ്ങൾ അവിടെ കൂടി വന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും അതിൽ മനോഹരമായൊരു റോസാ പുഷ്പം ഹണി റോസിന് കൊടുത്തപ്പോഴും എൻ്റെ മനസ്സിൽ ഉദിച്ച ചിന്ത എന്താണ്, അത് ഞാൻ വ്യക്തമായി ഒന്ന് രേഖപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ വെളിപ്പെടുത്തട്ടെ. ഈ റോസാ പുഷ്പം, അതിൽ നമുക്കൊരു പുഷ്പം മാത്രം ശ്രദ്ധിക്കാം. അതായത് ബോബി ചെമ്മന്നൂർ തൻ്റെ വലത് കൈ കൊണ്ട് വളരെ ആരാധന മനോഭാവത്തിൽ ഹണി റോസിന് നൽകിയ ആ ഒരു റോസാ പുഷ്പം, അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ ആദ്യമേ നാം ചിന്തിക്കേണ്ടത് ഈ റോസാ പുഷ്പം ഒരു ചെടിയിൽ നിന്നതായിരുന്നു. അതിന് സംശയമൊന്നുമില്ലല്ലോ.
അപ്പോൾ ഈ റോസാ പുഷ്പത്തിന് 2 അവസ്ഥകളാണ്. ഒന്ന്, അത് ചെടിയിൽ നിന്നപ്പോൾ അതിന് അതിൻ്റേതായ പ്രത്യേകതയും അതിൻ്റേതായ സൗന്ദര്യവും അതിൻ്റേതായ സാധ്യതകളും അതിൻ്റേതായ ഐഡൻറ്റിറ്റിയും ഉണ്ടായിരുന്നു. അത് പ്രകൃതിയിൽ നിന്നപ്പോൾ ആ ഒരു പുഷ്പം ഒരു ചെടിയുടെ മാത്രം കുത്തകയായിരുന്നില്ല, അല്ലെങ്കിൽ സ്വന്തമായിരുന്നില്ല. ആ പുഷ്പം പ്രകൃതിയുടെ ആകെത്തുകയോട് ബന്ധമുള്ള ഒരു മനോഹര പ്രതിഭാസമായിട്ടാണ് നിശബ്ദമായി അവിടെ സ്ഥിതി ചെയ്തത് എന്നതൊരു പക്ഷേ ബോബി ചെമ്മന്നൂരോ ബോബി ചെമ്മന്നൂരിനെ പോലെയുള്ള അനേകം ആളുകളോ ഈ റോസാപുഷ്പം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച ഹണി റോസിനെ പോലെയുള്ളവർക്കോ തിരിച്ചറിയുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ബോധോദയങ്ങൾ നമ്മുടെ സമൂഹത്തിലില്ല എന്നത് നമ്മുടെ മനുഷ്യത്വത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം ഈ സംഭവത്തിൽ നന്നേ നിഴലിക്കുന്നത് കൊണ്ടാണ് ഞാൻ അല്പം സൂക്ഷ്മമായ ആശയം, ഭാഷയുടെ പരിമിതികൾ വളരെ അധികമാണെങ്കിലും നിങ്ങളിലേക്ക് പകരുവാൻ ഞാൻ ശ്രമിക്കുന്നത്, തത്രപ്പെടുന്നത്, ക്ലേശിക്കുന്നത്. അപ്പോൾ ഈ ആശയം വളരെ വ്യക്തമായി ധരിച്ചു വെക്കുക. ആ റോസാപുഷ്പം അതിൻ്റെ തണ്ടിൽ നിന്ന് മുറിച്ച് ധനാഢ്യനായ ബോബി ചെമ്മന്നൂർ അദ്ദേഹത്തിൻ്റെ വലത് കൈ കൊണ്ട് ഹണി റോസ് എന്ന് പറയുന്ന അദ്ദേഹം ആരാധിക്കുന്ന ജനങ്ങൾ വളരെ താല്പര്യത്തോടും ആവേശത്തോടും അല്പം ഇക്കിളിയോടും വീക്ഷിക്കുന്ന ഹണി റോസ് എന്ന് പറയുന്ന മോഡൽ എന്ന് പറയുന്ന നടി അവർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇല്ലായിരുന്ന ചിന്ത, ഹണി റോസിൻ്റെ മനസ്സിലില്ലായിരുന്ന ചിന്ത, അവിടെ കൂടിയിരുന്ന ഈ സംഭവത്തിൻ്റെ ലഹരി ആസ്വദിച്ചുകൊണ്ട് കൂടിയിരുന്ന ആളുകളുടെ ആരുടെയും മനസ്സിലില്ലാതിരുന്ന ഒരു ചിന്തയാണ് നാം അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ്? ഹണി റോസിന് കൊടുത്ത ഈ റോസാ പുഷ്പം അത് ഒരു റോസാ ചെടിയുടെ ഭാഗമായി അതിൻ്റെ തണ്ടിൽ മനോഹരമായി തലയെടുത്ത് നിന്നതാണ്. എന്നാൽ അതിനെ അവിടെ നിന്ന് മുറിച്ചു. അവിടെ നിൽക്കേണ്ട പുഷ്പം അവിടെ നിന്ന് മുറിക്കപ്പെട്ടിട്ടാണ് ഇപ്പുറത്ത് എത്തുന്നത്. അപ്പോൾ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്തത് പ്രകൃതിയിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട് സംസ്കാരത്തിൻ്റെ മേഖലയിലേക്ക് അത് കടന്നു വന്നു. എന്നാൽ ആധുനിക സംസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരാശയമാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്കാരത്തിൽ പണവും കച്ചവടവും അമിതമോഹവും അത്യാർത്തിയും, ഗ്രീഡ് ഈസ് ഗോഡ് എന്ന് പറയല്ലേ, അത് മാത്രം സ്ഥിതി ചെയ്യുമ്പോൾ പ്രകൃതിയുടെ ഭാഗമായി നിൽക്കേണ്ട ഒരു പുഷ്പം മുറിക്കപ്പെട്ട് പ്രകൃതിയിൽ നിന്ന് സംസ്കാരത്തിൻ്റെ മടിയിലേക്ക് വീണു എന്നത് മാത്രമല്ല, ഏത് മടിയിലാണോ വീണത് ആ മടിക്ക് അല്ലെങ്കിൽ മടിയുടെ തലച്ചോറിന് ഈ പുഷ്പത്തെ മനസ്സിലാക്കുവാനോ അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യമോ അർത്ഥമോ അതിൻ്റെ വ്യക്തിത്വമോ മനസ്സിലാക്കാനുള്ള കഴിവോ മനസ്സോ താല്പര്യമോ ഇല്ലാത്തതാണ്. 2 കൂട്ടരും ഒന്നാണ്. ഹണി റോസും ബോബി ചെമ്മന്നൂരും ഈ കാര്യത്തിൽ സമമാണ് എന്നതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇത് ആസ്പദമാക്കി എനിക്ക് പ്രത്യേകിച്ച് ബോബി ചെമ്മന്നൂരിനോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അതിൻ്റെ 2 മുഖങ്ങൾ. ഒന്നിനെയും അത് ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മുറിച്ചു മാറ്റി അതിൽ തന്നെ ഏതാണ്ടാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ കൈകാര്യം ചെയ്തത്. ഒന്നിനെയും അതിൽ തന്നെ പൂർണ്ണമാണ് എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ ആ റോസാപുഷ്പം ഹണി റോസിന് കൊടുത്തപ്പോൾ ആ റോസാപുഷ്പം അതിൽ തന്നെ എന്തോ ആണ് എന്ന് വിചാരിച്ചാണ് കൊടുത്തത്. പക്ഷെ അങ്ങനെ ഒരിക്കലുമല്ല. അതൊരു അസത്യമാണ്. ആ റോസാപുഷ്പം അപൂർണതയുടെ ഒരു പ്രതീകമാണ്.
അത് ചെടിയിൽ നിന്നപ്പോൾ അതിന് പൂർണ്ണതയുണ്ടായിരുന്നു. കാരണം അതിന് പ്രകൃതിയുടെ ആകത്തുകയോട് ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അത് മുറിക്കപ്പെട്ട് കച്ചവടത്തിൻ്റെ ആ മടിയിലേക്ക് മറിഞ്ഞു വീണപ്പോൾ അത് പൂർണ്ണതയിൽ നിന്നും അപൂർണതയിലേക്ക് മാറ്റപ്പെട്ടു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ആ റോസാപുഷ്പത്തെ കൊല ചെയ്തു എന്നതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് എല്ലാറ്റിനെയും ആസ്വദിക്കുന്നത് അതിന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥയിലും സാഹചര്യത്തിലുമായിരിക്കണം. ഇൻ ഇറ്റ്സ് പ്രോപ്പർ പ്ലേസ് ആൻഡ് കോണ്ടെക്സ്റ്റ്. എവറിഥിങ് മസ്റ്റ് ബി എൻജോയ്ഡ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ പ്ലേസ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇത് വളരെ വളരെ പ്രാവർത്തികമായ അർത്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്ന സുപ്രധാനമായൊരു മർമ്മമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു എവറിഥിങ് മസ്റ്റ് ഹാവ്, നത്തിങ് ഷുഡ് ബി ടേക്കൺ ഇൻ ഇറ്റ് സെൽഫ് ആസ് സെപ്പറേറ്റഡ് ഫ്രം എവറിഥിങ് എൽസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പുരുഷൻ സ്ത്രീയെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ കാമം ജനിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ആ സ്ത്രീയെ മനുഷ്യരാശിയുടെ ആകത്തുകയിൽ നിന്ന് വേർപെടുത്തി അവൻ കാണുന്നത് കൊണ്ടാണ്. ഒരു സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീയിൽ അവളെ കാണുന്ന പുരുഷൻ അവൻ്റെ അമ്മയെയും സഹോദരിയെയും മകളെയും കാണാൻ ശ്രമിച്ചാൽ ആ കഴിവ് അവൻ്റെ വ്യക്തിത്വത്തിലുണ്ടെങ്കിൽ ദുഷിച്ച താല്പര്യത്തോടെ ആ പുരുഷൻ ആ സ്ത്രീയെ കാണുകയില്ല. ഇതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നും അതിൽ തന്നെ പൂർണ്ണമല്ല, അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അതിനോട് ബന്ധമുള്ള പല ഘടകങ്ങളുണ്ട്. ഒരു റോസാപുഷ്പം കണ്ടാൽ പ്രകൃതിയുടെ ആകത്തുകയോട് ബന്ധമുണ്ടെന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തന്നെയുമല്ല, ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബോബി ചെമ്മണ്ണൂർ തിരിച്ചറിയേണ്ടത്, ഒരു സ്ത്രീയോട് ബഹുമാനമില്ലാതെ അല്ലെങ്കിൽ അവൾക്ക് അരോചകമെന്ന് തോന്നുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്ന് അവൾക്ക് തോന്നുന്ന വിധത്തിൽ ഒരു പുരുഷൻ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾ മനുഷ്യത്വത്തിൻ്റെ സ്ത്രീത്വത്തിൻ്റെ ആകത്തുകയോട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്നത് കാണുവാൻ കണ്ണില്ലാത്തൊരു പുരുഷൻ്റെ സമീപത്ത് ദുർഭാഗ്യവശാൽ അവൾ വന്നുപെട്ടു എന്നാണ് എൻ്റെ അർത്ഥം. ഇത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തികച്ചും അപലപനീയമായ സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയാണ്. അതിന് ബോബി ചെമ്മണ്ണൂർ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു ദുർബലതയുണ്ടെന്ന് എപ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൾ സ്ത്രീത്വത്തിൻ്റെ ആകത്തുകയുടെ ഒരു പ്രതിനിധിയാണ്. മാത്രവുമല്ല, അവൾ മനുഷ്യരാശിയുടെ ആകമാനമായ ഒരു പ്രതിനിധിയാണ് എന്ന വിധത്തിൽ കണ്ടാൽ ഈ ദുഷിച്ച കാമവികാരങ്ങൾ അടങ്ങിക്കിട്ടും എന്നതാണ് എനിക്ക് പറയുക. അതുകൊണ്ട് ഡു നോട്ട് സീ എനിത്തിങ് ആസ് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഒന്ന്. രണ്ടാമത്, എല്ലാറ്റിനെയും ആസ്വദിക്കേണ്ടത്, എല്ലാറ്റിനെയും മനസ്സിലാക്കേണ്ടത്, എല്ലാറ്റിനെയും വിലയിരുത്തേണ്ടത്, എല്ലാ കഴിവുകളും പ്രയോഗിക്കേണ്ടത് അതിന് തക്കതായ ഇടത്തും അവസരങ്ങളിലും സാഹചര്യങ്ങളിലുമാണ്. അപ്പോൾ ഇനിയും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ പൊതുവായ പരാമർശം അദ്ദേഹത്തെ പറ്റി നടത്താൻ, അദ്ദേഹത്തെ ദ്വയാർത്ഥ പ്രയോഗത്തിന് വലിയ കഴിവുണ്ട്. എന്നാൽ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് സംബന്ധമായ ചിന്തകൾ മുൻപോട്ട് വയ്ക്കട്ടെ. ഈ ദ്വയാർത്ഥ പ്രയോഗം എന്നത് നല്ല ബുദ്ധിയുള്ളവരെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. തലച്ചോറില്ലാത്തവനെ കൊണ്ട്, മൊണ്ണകളെ കൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുവാൻ സാധ്യമല്ല. നന്നേ ബുദ്ധി വികസിച്ചവർക്ക് മാത്രമേ ഈ നിമിഷ കവികളെ പോലെ പെട്ടെന്നൊരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ അവിടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ സന്തോഷത്തോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, താങ്കൾക്ക് ഒരു നല്ല കഴിവുണ്ട്, ഒരു കലയുണ്ട് ഞാൻ പറയാം. ഇപ്പം ഷേക്സ്പിയറിനെ പറ്റി പറയുന്ന ഡോക്ടർ ജോൺസൺ ഷേക്സ്പിയറിനെ പറ്റി എന്താണ് പറഞ്ഞത്?
ഷേക്സ്പിയറിൻ്റെ ഏറ്റവും വലിയ ബലഹീനത ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളായിരുന്നു. എ പൺ വാസ് ടു ഷേക്സ്പിയർ വാട്ട് ദ ഫെയ്റ്റൽ ക്ലിയോപാട്ര വാസ് ടു മാർക്ക് ആൻ്റണി എന്നാണ് പറഞ്ഞത്. ഞാൻ ആവർത്തിക്കാം. എ പൺ ഓർ എ ക്വിബിൾ, ദ്വയാർത്ഥ പ്രയോഗം, വാസ് ടു ഷേക്സ്പിയർ വാട്ട് ദ ഫെയ്റ്റൽ ക്ലിയോപാട്ര വാസ് ടു മാർക്ക് ആൻ്റണി. ബോബി ചെമ്മന്നൂരും ഈ ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ ഷേക്സ്പിയറാണ്. ദ്വയാർത്ഥ പ്രയോഗത്തിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യവും കഴിവുമുണ്ട്. ഇതാരും അദ്ദേഹത്തോട് പറയാറില്ല, പക്ഷേ ഞാൻ പറയാം. എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഷേക്സ്പിയറും ബോച്ചയുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. എന്താണ്? ഷേക്സ്പിയറിന് ദ്വയാർത്ഥ പ്രയോഗം എവിടെയാണ് നടത്തേണ്ടത്, എവിടെ നടത്തിക്കൂടാ എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. ബോച്ചയ്ക്ക് അതില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ പൊതുവായി പറഞ്ഞാൽ, നമുക്ക് ഏത് കഴിവുണ്ടെങ്കിലും ആ കഴിവിൻ്റെ കൂടെ വേറൊരു ചെറിയ കാര്യം കൂടെ വേണം. അതായത് ഈ കഴിവിനെ തക്കതായ വിധത്തിൽ ഉപയോഗിക്കാനുള്ളൊരു പക്വത കൂടെ വേണം. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് നല്ലതായിട്ട് പാടാൻ കഴിവുണ്ടെന്ന് വിചാരിച്ചു. ഇല്ല, അങ്ങ് വിചാരിക്കും. ഇപ്പം ഞാൻ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ച് എനിക്ക് ഒരു 10-12 രാഗ വെച്ച് കീച്ചാനുള്ള കഴിവുണ്ട്, നല്ല തൊണ്ടയുമുണ്ട് എന്ന് വെച്ചു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സുഹൃത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് കൊറോണറി കെയർ യൂണിറ്റിൽ അഡ്മിറ്റായി. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്ന് അവിടെ വെച്ച് തൊണ്ട തുറന്നൊരു ക്ലാസിക്കൽ രാഗ അങ്ങ് ആലപിച്ചു. അവിടെ ക്ലാസിക്കൽ രാഗ പാടുന്ന മോശമാണോ? നല്ല കാര്യമല്ലേ. പാട്ട് പാടാനുള്ള കഴിവ് നല്ലതല്ലേ. ശാസ്ത്രീയ സംഗീതം അറിയാവുന്നത് നല്ലതല്ലേ. പക്ഷേ എൻ്റെ സംഗീതത്തിൻ്റെ താലന്തും സംഗീതത്തിൻ്റെ ജ്ഞാനവും പ്രദർശിപ്പിക്കേണ്ട സ്ഥലം അതല്ല. അതാണ് പ്രശ്നം. അത് ബോച്ചയ്ക്ക് അറിയാൻ വയ്യ. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിൽ ആരെങ്കിലും, പ്രത്യേകിച്ച് ഒരു പെന്തക്കോസ്ത് വിശ്വാസി, പെന്തക്കോസ്തുകാരിൽ പലർക്കും പ്രവചനപരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെന്തക്കോസ്തിൽ നിന്നൊരു ഉദാഹരണം കടമെടുക്കുന്നത്. അവരാരെ തൊട്ടാലും അവർ പ്രവാചകന്മാരാണ്. അപ്പോൾ അങ്ങനെ ഒരു പെന്തക്കോസ്ത് വിശ്വാസി, പെന്തക്കോസ്ത് പ്രവാചകൻ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിലെ ഒരു ബസ്സിൽ കൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ബസ്സിൽ കയറി ഇരുന്നു. നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ കാഴ്ചവട്ടത്തിനിടയിൽ ഇരിക്കുന്നു. അവിടെ മുഖത്ത് നോക്കിയപ്പോൾ ആളത്ര പന്തിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അല്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിലെ പ്രവാചകൻ ഉണർന്നെഴുന്നേറ്റു. യേശു യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് ശമര്യക്കാര സ്ത്രീയോട് പറഞ്ഞ പോലെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വലിയ വായിൽ പറയുന്നു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ ഭർത്താവല്ല എന്ന് പ്രവചിച്ചാൽ എന്ത് പറ്റും? പ്രവചനം നല്ല വരമാണ്. ഒരു പക്ഷേ ഈ പ്രവാചകൻ മനസ്സിലാക്കിയതും ശരിയായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ പ്രവചിക്കേണ്ട സ്ഥലം അതല്ല, ഒരിക്കലുമല്ല. അപ്പോൾ ഒരു വരമുണ്ട്, ഒരു കഴിവുണ്ട്, അതുകൊണ്ട് എവിടെയും അത് വെച്ച് കാച്ചാം എന്ന് പറയുന്നത് അപക്വതയുടെ ഒരു വലിയ സ്വഭാവമാണ്. അപ്പം ബോച്ചയ്ക്ക് എത്ര പണമുണ്ടായാലും പക്വതയില്ലെങ്കിൽ നീ പിണ്ണാക്കാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. എന്ന് ബോച്ചയെ മാത്രമല്ല, അല്പം പണം പോക്കറ്റ് വരുമ്പോൾ വേര് മറക്കുന്ന അനേക മലയാളികളെ എനിക്കറിയാം. പണം കീശ വന്ന് കഴിയുമ്പോൾ പിന്നെ മനുഷ്യത്വം പോലും ആവശ്യമില്ല എന്ന് ധരിക്കുന്ന അനേക മല്ലു ക്രിസ്ത്യാനികളെ എനിക്കറിയാം. ഇത് ബോച്ചയെ മാത്രം ആരും കുറ്റം പറയണ്ട. ബോച്ച അവരെക്കാൾ കുറച്ചുകൂടെ മിടുക്കനാണ്, കുറേ കൂടെ ധനാഠ്യനാണെന്ന് മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. പണവും പക്വതയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കൂട്ടാക്കുന്ന അധികമാരെയൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം കാണുമ്പോൾ അതിൽ കൂടെ വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ നാം പഠിക്കണം. അപ്പോൾ ഞാൻ ബോച്ചയിലേക്ക് തിരിച്ചു വരാം. താങ്കൾക്ക് ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ കഴിവുണ്ട്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തലച്ചോറ് അല്പം വികസിച്ചത് കൊണ്ടാണ്. പക്ഷേ തലച്ചോറ് വികസിച്ചാൽ മാത്രം പോരാ, ഹൃദയം കൂടെ വിശാലത പ്രാപിക്കണം.
ആ ഒരു സന്തുലിത താങ്കളുടെ വ്യക്തിത്വത്തിലില്ല എന്നതാണ് താങ്കളുടെ തലവേദനയുടെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അല്പം പണം സമ്പാദിച്ചു, അതുകൊണ്ട് അതും ഇതും ചെയ്തു, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ആർക്കെങ്കിലും സംഭാവന ചെയ്തു, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. വാസ്തവത്തിൽ ഇനി മേലാൽ ബോച്ചെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യേണ്ടത്, നാളിതുവരെ ഭൗതികമായ സമ്പത്തും ലാഭവും ഏറ്റവും കൂടുതൽ തോതിൽ പ്രാപിപ്പാനായി അദ്ദേഹം അധ്വാനിച്ചു. അതിന് പലവിധമായ തന്ത്രങ്ങൾ മാരഡോണയെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള മാരഡോണ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഹണി റോസിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തി. മാരഡോണയും ഹണി റോസും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, എത്ര പണമുണ്ടായാലും പക്വത കൂടെ ഇല്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്തൊക്കെ നേടിയാലും വ്യക്തിത്വത്തിൽ വെളിച്ചമില്ല എങ്കിൽ ബോച്ചെ നീ പിണ്ണാക്കാണ്. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഇത് ബോബി ചെങ്ങന്നൂർ ക്രിസ്ത്യാനിയാണെന്നാണ് പേരുകൊണ്ട് ഞാൻ മനസ്സിലാക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ, ആയിരിക്കാം. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബോബി ചെങ്ങന്നൂരിനോട് ഈ അടിസ്ഥാന തത്വം അദ്ദേഹത്തിൻ്റെ സഭയുടെ ഒരു വികാരിയോ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു മെത്രാനോ പറഞ്ഞു കൊടുക്കാത്ത എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ഉദിക്കുന്നുണ്ട്. അല്ല, ബോബി ചെങ്ങന്നൂർ ക്രിസ്ത്യാനിയല്ല, ഒരു ഹിന്ദുവാണെന്ന് വിചാരിക്കുക, നല്ല കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു മത ആചാര്യൻ ഇപ്രകാരം ഒരു ഉപദേശം ബോബി ചെമ്മന്നൂരിന് കൊടുക്കാത്ത? അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇന്ന് ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ഈ മതം കൊണ്ട് നടക്കുന്ന ആളുകൾ ദൈവത്തെ അല്ല മാമോനെയാണ് ആരാധിക്കുന്നത്, ദൈവത്തെ അല്ല മാമോനെയാണ് സ്നേഹിക്കുന്നത്. അവരെവിടെ നോക്കിയാലും കാണുന്നത് ദൈവത്തെ അല്ല, പണം മാത്രമാണ്. ഒരു കാലത്ത് ആത്മീയമായ വെളിച്ചമുള്ള വ്യക്തികൾ എവിടെ നോക്കിയാലും ദൈവത്തെ കാണുമായിരുന്നു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. ഇത് ഹിന്ദു സങ്കല്പമാണ്. അതിനെ ആസ്പദമാക്കിയുള്ളൊരു സിനിമാ പാട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ചാടിക്കയറി വന്നുകൊണ്ട് ഞാൻ പാടാൻ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി എന്നതിൽ ഞാൻ മൂളിയതാണ്. അപ്പോൾ ഇനിയും ഒരു കാര്യം കൂടെ എനിക്ക് ബോബി ചെമ്മന്നൂർ ബോച്ചയോട് പറയാനുണ്ട്. അതായത് അതുകൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ്. ഇതെല്ലാവർക്കും പ്രാവർത്തികമാണ്. അതുകൊണ്ടാണ് ഇത് ഒരു വീഡിയോ ആയി പൊതുവായ ഒരു ഷെയറിങ്ങിന് ഇടയാകട്ടെ എന്ന് വിചാരിക്കും. ബോച്ച ഇനിയും ചെയ്യേണ്ടത് അല്പം നിശബ്ദത കൂടെ പാലിക്കുക. വ്യക്തിത്വത്തിൻ്റെ, ഇത് പ്രത്യേകിച്ച് യുവതിവാക്കന്മാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യത്തിൽ അത് മനസ്സിലാക്കുന്നതിൽ, പാലിക്കുന്നതിൽ, അതിന് അർത്ഥവും ആഴവും നേടുന്നതിൽ നിശബ്ദതയ്ക്ക് ഒരു വലിയ റോളുണ്ട്. പ്രാക്ടീസിങ് സൈലൻസ് ഇസ് എ വെരി പവർഫുൾ പ്രിൻസിപ്പിൾ ഇൻ പേഴ്സണാലിറ്റി ബിൽഡിങ്. വായത്തൊന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ ബോച്ചെ നീ അപകടത്തിലായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ മിണ്ടാതിരിക്കാനും കൂടെ പഠിക്കുക. നാം നിശബ്ദത പാലിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അഭൗമമായ അവസ്ഥ കൂടുതൽ ശക്തി പ്രാപിക്കും. Practicing the art of silence intensifies the sense or the aura of mystery about ourselves. നമ്മൾ ചുമ്മാ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ നമ്മുടെ വ്യക്തിത്വം ചപ്പും ചവറുമായി പോകും. മിണ്ടാതിരിക്കണം, നിശബ്ദത പാലിക്കുക. സംഘകാരൻ പറയുന്നല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിവേൻ. മനുഷ്യൻ്റെ നാക്ക് അവന് വലിയ അപകടം വരുത്തും, അവൻ്റെ വ്യക്തിത്വത്തെ മലീമസമാക്കുമെന്ന് യാക്കോബ് അവൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് വളരെ മനോഹരം. 3-ാം അധ്യായത്തിൽ അത് വളരെ സുദീർഘമായി അത് വർണ്ണിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.
ഒരു സംഭവം ഇത് സംബന്ധമായി എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നത് സൂചിപ്പിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇതൊരു കേസാണ്. ഇപ്പോൾ ബോബി ചെമ്മൻ ഒരു കേസിൽ പെടുന്നത് കൊണ്ട് ഞാൻ ആ ഒരു കേസിൻ്റെ കഥ കൂടെ പറഞ്ഞ് നിർത്താൻ പോകും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യനെതിരെ കേസ് ഇതാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാർ. ബഹുഭാര്യത്വം നിയമം അനുവദിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗത്തിലുള്ളവർ അവർക്കെതിരെ കേസ് കൊടുക്കുക. അപ്പോൾ ഭാര്യ കൊണ്ട് ആദ്യത്തെ ഭാര്യ കൊണ്ട് കേസ് കൊടുത്തു. 2ാമത്തെ ഭാര്യയുടെ അടുത്ത് അതും കൂടെ ആയപ്പോൾ അപ്പോൾ കേസ് നടന്നു. അപ്പം ഇദ്ദേഹം ഒരു നല്ല വക്കീലിനെയൊക്കെ പിടിച്ച് സംരക്ഷിക്കേണ്ടായ, കാരാഗൃഹത്തിൽ ജയിലിൽ പോകുന്നത് മാത്രമല്ല, ജയിലിൽ പോയാൽ ജോലിയും പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ നല്ലൊരു വക്കീലിനെയൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് വലിയ വക്കീൽ ഫീസൊക്കെ കൊടുത്ത്, അപ്പോൾ വക്കീൽ പറഞ്ഞു, ഞാനിതെല്ലാം കൈകാര്യം ചെയ്തോളാം, നീ മിണ്ടരുത്, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ മിണ്ടാതിരുന്നാൽ മതി. മജിസ്ട്രേറ്റ് ചോദിച്ചാലും നീ മിണ്ടരുത്, കൂടിപ്പാലിത്താൻ പറഞ്ഞാൽ അത് എൻ്റെ വക്കീൽ എനിക്ക് വേണ്ടി പറഞ്ഞോളൂ, എനിക്കായിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ അവനെ സമ്മതിച്ചു. അപ്പോൾ കേസ് ആരംഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ വക്കീൽ വളരെ സമർത്ഥമായി വാദിച്ചു. വക്കീൽ പറഞ്ഞു, യുവർ ഓണർ, എൻ്റെ കക്ഷി 2 വിവാഹം കഴിച്ചു എന്നുള്ള ആരോപണം അത് അദ്ദേഹത്തെ അറിയാൻ വയ്യാത്ത ആളുകൾക്ക് മാത്രമേ ഇത് പറയാനൊക്കത്തുള്ളൂ. ആദ്യത്തെ വിവാഹാലോചന വന്നപ്പോൾ തന്നെ ഇദ്ദേഹം സ്ത്രീകളോടുള്ള ബന്ധം താല്പര്യമില്ലാഞ്ഞിട്ട് 3 ദിവസം കമന്ന് കിടന്ന് കരഞ്ഞ് എനിക്ക് വിവാഹം വേണ്ടായേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം വന്ന് വളരെ തത്രപ്പെട്ടിട്ടാണ് ഒന്ന് വിവാഹം കഴിക്കാൻ പോലും ഇദ്ദേഹം മനസ്സ് കാണിച്ചത്. വിവാഹത്തിന് ശേഷം അദ്ദേഹം എപ്പോഴും മുഖം കുനിഞ്ഞാണ് നടക്കുന്നത്. കാരണം അബദ്ധവശാൽ പോലും ഒരു സ്ത്രീയുടെ മുഖം കണ്ണിൽ പെടരുത്. അങ്ങനെ ജീവിക്കുന്ന എൻ്റെ കക്ഷി 2ാമത് കെട്ടിയെന്നൊക്കെ പറഞ്ഞാൽ, ഒരു സ്ത്രീ വന്ന് അടിസ്ഥാനരഹിതമായ ആരോപണം നടത്തിയാൽ ഈ കോടതി അതർഹിക്കുന്ന പുച്ഛത്തിൽ തള്ളിക്കളയേണ്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മജിസ്ട്രേറ്റിന് ബോധ്യമായി. അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹം അവിടെ കൂട്ടി നിൽപ്പുണ്ട്. പറഞ്ഞു, നീ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമായി, നീ നിൻ്റെ ഭാര്യയുടെ അടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഇദ്ദേഹം തുറന്നു. അദ്ദേഹം മജിസ്ട്രേറ്റിന് ചോദിച്ചു, ഏമാനെ, ഞാൻ ഏത് ഭാര്യയുടെ അടുത്തോട്ടാണ് പോകേണ്ടത്? മനസ്സിലായല്ലോ, ഞാൻ ഏത് ഭാര്യയുടെ അടുത്തോട്ടാണ് പോകേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം അല്പം മൗനം പാലിക്കുക. വാസ്തവത്തിൽ അതിന് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ കണ്ടുപഠിക്കണം. അദ്ദേഹം 1.5 ദിവസം വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിൽ പോയി മൗനം പാലിച്ചു, ധ്യാനിച്ചു. കുറച്ച് നാളൊക്കെ നരേന്ദ്രമോദി സാറിൻ്റെ കൂടെ നടക്കുന്നത് കൊള്ളാം. അല്ലെങ്കിൽ വേണ്ട, എവിടെയെങ്കിലും ഒരു സമയമുണ്ടെങ്കിൽ ഇങ്ങനെ തിരുവനന്തപുരത്ത് പേരൂർക്കട വന്നാൽ അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ബോച്ചയ്ക്ക് ഞാൻ ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ നൽകുകയാണ്. താങ്കൾക്ക് അല്പം വിവരമുണ്ടാകത്തക്ക വിധത്തിൽ വേണ്ട ഉപദേശം നൽകുവാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിനുള്ള കെൽപ്പുണ്ട് എന്നെനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നീ ഇതുവരെ സമ്പാദിച്ച സ്വത്തിനേക്കാൾ വിലയേറിയ പല കാര്യങ്ങളും എനിക്ക് നൽകാൻ കഴിയും. 1 രൂപ ഫീസ് എനിക്ക് ആവശ്യമില്ല. കാരണം ഇതിൻ്റെയൊക്കെ പൊള്ളത്തരം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഒന്നും സംശയിക്കേണ്ട. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ നേരെ വണ്ടി കയറി നിൻ്റെ റോൾസ് റോയ്സിൽ ഇങ്ങോട്ട് വരരുത്. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഇവിടെ പേരൂർക്കട വരിക. തലച്ചോറിൽ വെളിച്ചം പ്രവേശിക്കുന്ന അല്പം ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. 2 ദിവസം എൻ്റെ കൂടെ താമസിക്കുക. ഞാൻ കഴിക്കുന്ന ആഹാരം തരാം. പക്ഷേ അച്ചടക്കത്തിൽ എൻ്റെ കൂടെ താമസിച്ചാൽ ബാക്കിയുള്ള ഇഷ്ടമുള്ള നാളുകൾ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ തക്ക വക ഞാൻ ഫ്രീ ആയിട്ട് നിനക്ക് തരാം. അതുകൊണ്ട് ആ ഒരു സാധ്യത ഒന്ന് സൂചിപ്പിച്ചുകൊണ്ടും, പിന്നെ ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യത്തിൽ തലയിടാതെ മാനമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉള്ളപ്പോൾ അതിന് കൂട്ടാക്കാതെ ഈ ചീപ്പായിട്ടുള്ള കാര്യങ്ങളിൽ വെറും തറ പരിപാടി അതും ഇതും പറഞ്ഞ്
സ്ഥാനത്തും അസ്ഥാനത്തും വാക്കുകൾ ഉപയോഗിച്ച് പിന്നെ വെറും സംസ്കാരശൂന്യമായ കാര്യം. ഇപ്പോഴത്തെ സംസ്കാരമാണ് സംസ്കാരശൂന്യത എന്ന് ഞാൻ പറയുന്നത്. അതിൻ്റെ പുറകെ ഓടി വല്ലവരുടെയും വാലിരിക്കുന്നതൊക്കെ കേട്ട് ഇങ്ങനെ നാണക്കെട്ട് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അന്തസ്സോടെ ജീവിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. താല്പര്യമുണ്ടെങ്കിൽ വരിക, അത് പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും നന്മ വരണം എന്ന് താല്പര്യമുള്ളതുപോലെ ബോച്ചയ്ക്ക് നന്മ വരണം എന്ന താല്പര്യത്തിൽ ഈ ഉള്ളവൻ അറിയിക്കുന്നത് ബോച്ചയ്ക്കും ബാക്കിയുള്ള കേരളത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹൃദയർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ.